അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ലോകം നമ്പർ 76 ചേർപ്പോത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 24/3/2024 ഓക്കെ. അപ്പോൾ സമയം എന്ന് പറയുന്നത് വൈകിട്ട് 5 to 10 മണി. കറക്റ്റ് 5:30 മണി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട ടിക്കറ്റ് ഫീസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്, നല്ല ഓർഡർ ദിവസമാണ്. അപ്പോൾ പോന്നാ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ബാ ബാ ബാ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. പറ. ഓക്കെ ബൈ, പോയിട്ട് വരാം. ടാറ്റാ ടാറ്റാ, പോയിട്ട് ഓക്കെ പോന്നാ. ഓർഡർ അടിച്ച് 10-15 മിനിറ്റായി, ഡിലേ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പണി കിട്ടും. പോയില്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇൻസെൻറ്റീവ് കട്ടാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്, വേറെ വിഷയമൊന്നുമില്ല. നല്ല ഓർഡർ ദിവസമാണ്. മാക്സിമം ഓടി എടുക്കാം അല്ലേ. ഒരു 10 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഒരു 800 അടുപ്പിച്ച് കിട്ടുമായിരിക്കും. മണി 5:30 മണിയായില്ലേ, 800 കിട്ടണ്ട, ഒരു 600 കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ല വെയിൽ തന്നെ, വേറെ വിഷയമൊന്നുമില്ല. മാർച്ച് ഏപ്രിൽ ഭയങ്കര വെയിലായിരിക്കും. അത് കഴിഞ്ഞ് മഴയൊക്കെ ഉള്ളൂ. അതുവരെ ഈ വെയിൽ തുറന്ന് കഷ്ടപ്പെട്ട ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പണിയെടുത്തേ പറ്റും അല്ലേ. ഒട്ടും തന്നെ പവർ കുറഞ്ഞില്ല. നല്ല കട്ട പവർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കാൻ സൂപ്പറായിട്ട് നമ്മളങ്ങനെ പൂജപ്പുര മേലോടെത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ വിഷയമില്ല, കട്ട ഫോമിലാണ്. കാരണം തളപതി വിജയാണ്. പുള്ളി കണ്ട ശേഷം നല്ല മോട്ടിവേഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഗ്രി കിച്ച് എത്തിയിട്ടുണ്ട്. ഡിലേ ആയി. ക്യാൻസൽ ആവുമെന്ന് നോക്കട്ടെ. ഓക്കെ, റെഡി വന്നു. $4696. അപ്പോൾ ഓക്കെ പോകാം. നമ്മളൊരു ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുടവൻമോളാണ്. കേശവദേവ് റോഡ് എന്ന് പറയും. 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് 8 പഴംപൊരിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 6 അല്ലേ. ഓക്കെ, ഇനിയാണ് ടൈം സ്റ്റാർട്ട് ആയിട്ടുള്ളത്. പീക്ക് അവേഴ്സ്. നല്ലൊരു വൈകുന്നേരമുള്ള വെയിലാണ്. സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ, രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് വർക്ക് ചെയ്യണേക്കാൾ വൈകിട്ട് കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, എല്ലാ വ്ളോഗിലും പറയുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഭയങ്കര പാട് വർക്ക് ചെയ്യാൻ, വൈകിട്ട് നല്ല സുഖമുണ്ട്. അങ്ങനെ സുഖമായിട്ട് 5-6 മണിക്കൂർ പോകാമായിരുന്നല്ലോ. സുഖമായിട്ട് എന്ത് പോകാത്തത്, സുഖമായിട്ട് പോകണല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി പഠിക്കണതുള്ളൂ. എൽബോർഡല്ലേ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാൻ കുറേ ടീമുകൾ വരും. ഒന്നും പറയാനുള്ളേ നമ്മളില്ലേ. കമൻറ്റ് ബോക്സിൽ അത് പറയും, ബ്രോ അവർ പഠിക്കിട്ട് ബ്രോ, പഠിക്കണേ കുഴപ്പമില്ലല്ലോ, അടുത്തിന് ബുദ്ധിമുട്ടിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നല്ലോ. ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് കയറി പോകുന്നത് മടിയണ്ട. ഇതൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് പറയേണ്ടത്. അത് നല്ലപോലെ എന്തോ നന്ന കാണിക്കേണ്ടത്. നമ്മളെ സത്യം പറയാം, നമ്മളെ സിറ്റുവേഷൻ ആർക്ക് അറിയണം. മനസ്സിലായി, കറക്റ്റ് ടൈമിങ്ങിന് ഫുഡ് എത്തിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് കട്ടായി പോകും. ഇതൊന്നും ഒരുത്തന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി, ഓക്കെ ബാ പോകാൻ. അപ്പോൾ ഇന്നത്തെ വൈബ് നല്ല മോട്ടിവേഷനാണ്. മെയിൻ കാരണം തളപതിയാണ്. കാരണം പുള്ളിക്കാരനെ കണ്ട ശേഷം ഭയങ്കര ഒരു വൈബാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മുമ്പിൽ നമ്മൾ അനുഭവിച്ച നെഗറ്റീവ് സിറ്റുവേഷൻ ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും ഇതുപോലത്തെയൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ ജയിക്കണം, നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യണം എന്നൊരു വിചാരം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുക. ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. തളപതി വിജയൻ ഇപ്പോൾ തളപതി വിജയ് മാത്രമല്ല, അതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ പഠിക്കേണ്ട മെയിൻ പാഠം ഇതാണ്. ഓക്കെ, ലൊക്കേഷൻ എത്തി. റീച്ച് ലൊക്കേഷൻ. ഓക്കെ എന്നാൽ ശരി. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ലേറ്റായി കുറച്ച്, എന്നാലും വലിയ കുഴപ്പമില്ല. 4 മിനിറ്റ് ലേറ്റായിട്ടുണ്ട്. ശരി, ഓക്കെ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26.42 പൈസയാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഓർഡർ അടിച്ചുകൊണ്ട് ഹോട്ടൽ എണ്ണയാണ് ആക്സെപ്റ്റ്. അപ്പോൾ ഓക്കെ പോന്നാ. രണ്ടാമത്തെ ഓർഡർ അടിച്ചില്ല പെട്ടെന്ന്, കുഴപ്പമില്ല. ചില സമയത്തൊക്കെ പോസ്റ്റ് ആയിപ്പോവും. ഇന്ന് പോസ്റ്റ് ആയിട്ടില്ല, ഭാഗ്യം. ഇപ്പോൾ ഞായറാഴ്ചയല്ലേ, നല്ല ഓർഡർ കാണാം എന്തായാലും. ഇപ്പോൾ നോമ്പായതുകൊണ്ട് കുറേ ഓർഡർ കുറവാണ് മുസ്ലിംസൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു അങ്ങനെ. ഓക്കെ, ഹോട്ടൽ ഹരുൺ എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് പ്രിപ്പയറിങ് ടൈമാണ്. വെയിറ്റ് ചെയ്യാം. ഇവൻ ഒരു അതിശയ പുലി. ഒക്കെ റെഡി വന്ന് 10-15 മിനിറ്റായി. കമൺ ക്വിക്ക് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 ഓർഡർ എടുക്കണമെന്നാണ് കണക്ക്. 1448 ഇത് ചെയ്യുന്നത്. ഓക്കെ.
ഓക്കെ, അപ്പം പോകുന്ന അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം റവ ദോശയാണ്. കാഷ്യൂനട്ട് റവ ദോശയാണ്. പോകേണ്ട സ്ഥലം നാലാഞ്ചിറ മുട്ടടയാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 4.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:45 ആയിട്ടുണ്ട്. സെക്കൻഡ് ഓർഡറാണ്. 2 ഓർഡർ എടുത്തപ്പോൾ 6:45 മണിയായി. അപ്പോൾ ഇനി ബാക്കി 3.25 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ എത്ര ഓർഡർ എടുക്കാൻ പറ്റും? 1 മണിക്കൂറിൽ 3 ഓർഡർ ആണെങ്കിൽ 3 മണിക്കൂറിൽ 9 ഓർഡർ എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ മുട്ടട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. ഇതിലെ മുട്ടട ആദ്യം തന്നെ പയ്യെ ക്രോസ് ചെയ്യണം. റൈറ്റ് ലെഫ്റ്റ് വണ്ടി നോക്കി ഇവിടെ കയറി ഒന്നുകളെ ലാസ്റ്റ് പണിയാവും നമുക്ക് അല്ലേ. ഓക്കെ, ഇനി മാപ്പ് നോക്കാം. ബാ, നേരെ പോയി എങ്ങോട്ട് പോകേണ്ടത്? ലെഫ്റ്റ് പിന്നെ റൈറ്റ് അല്ലേ. ഓക്കെ, ഇവിടെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, മൊത്തം കിട്ടി പേയ്മെൻറ്റ് 95 രൂപ 20 പൈസയാണ്. അപ്പോൾ ഇതിൽ 50 രൂപ ടിപ്പുണ്ട്. സൂപ്പർ കേട്ടാ. ഇതാണ് ഓർഡർ ഇങ്ങനെ അടിക്കണം. ദോശക്കല്ലിൽ മേൽ വെള്ള ആംബ്ലേറ്റാ, ഒരു കുട്ടി നീല നെഞ്ചുക്കുള്ള പൂന്ത് വിട്ടാളേ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ്. അയ്യോ, കേശവാസപുരം. 1.5 കിലോമീറ്റർ പിക്കപ്പ്, 1 കിലോമീറ്റർ ഡ്രോപ്പ്. കിട്ടുന്ന പേയ്മെൻറ്റ് 21 രൂപയാണ്. ഇതിന് വേണ്ടി അറ്റം വരെ പോകണം. ശരി, ബാ പോവാം, പോയി തൊലയ്ക്കാം. പൂങ്കുയിൽ പാട്ട് പിടിച്ചിരിക്ക്, പൂങ്കാറ്റേ പിടിച്ചിരിക്ക്. അപ്പോൾ ഇതുപോലത്തെ ഈവനിങ് ടൈമിൽ പാട്ട് കേട്ടോണ്ട് റൈഡ് സൂപ്പറാണല്ലേ. ഒന്ന് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് പോകുക. പാട്ട് പാടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾക്കാരൊക്കെ വിചാരിക്കും, പിന്നെ വട്ടം വിചാരിക്കും. വിചാരിച്ചിട്ട് പോട്ടല്ലേ. അടുത്തുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും നോക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റൂല. അവർ പലതും പറയും, നല്ലതും പറയും, കെട്ടതും പറയും അല്ലേ. അപ്പോൾ നമ്മളെ മനസ്സിൽ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ധൈര്യമായിട്ട് ചെയ്യുക, വേറെ ആലോചിക്കാൻ പാടില്ല. അങ്ങനെ ചിന്നൂസ് എത്തിയിട്ടുണ്ട്. ചിന്നൂസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഓക്കെ, റെഡി വന്നിട്ടുണ്ട്. എടുക്കാം. 3, 2, 4, 1. ഓക്കെ, അപ്പോൾ ഓക്കെ പോന്നാ. ഓക്കെ, നമ്മളതിന് 3ാമത്തെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്ത് ഇവിടെ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈ ആൻഡ് ബോൺലെസ് ഗാർലിക് ചിക്കനാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, അത്ര തന്നെ. അപ്പോൾ 2 പേരെ പരിചയപ്പെട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ വന്നില്ല, കാരണം ഭയങ്കര നാണം 2 പേർക്കും. ഓക്കെ, ഒത്തയാക നടന്ന് ഊറിവേ. ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. ലാൻഡ് നമ്പർ 1 ആണ്. ഓക്കെ, ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. കുന്നുവിള ക്ഷേത്രം. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ആറാട്ട് റോഡ്. അല്ല, ആറാട്ടെണ്ണേ. ഇത് ആറാടുകയാണ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇവിടെ തന്നെ വരണത്. DR2 D15 ഇങ്ങോട്ടാണോ? അപ്പം അങ്ങോട്ട് കാണിച്ചതിനത് ശരി, കുഴപ്പമില്ല. മാപ്പ് അങ്ങനെ തന്നെ. ഇവിടെയാണ് കേട്ടാ. ബാക്ക് വശം കാണിച്ചിരിക്കുന്നത്. മാപ്പേ ശരി, മാപ്പ് അങ്ങനെ ആയിക്കോളൂ അല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 28 രൂപ 18 പൈസയാണ്. ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗൺ. സൂപ്പർ ഓർഡർ. 67 രൂപ. 6 കിലോമീറ്ററാണ്. സൂപ്പർ. ഇതാണ് ഓർഡർ. 5-6 കിലോമീറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് പേയ്മെൻറ്റ് കിട്ടും. ചില്ലറ ഓട്ടം ആകുമ്പോൾ ദേഷ്യം വരും. പോയി നിന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് എടുത്ത് ട്രാഫിക്കിനിടയിൽ കൂടെ പോയി 2 കിലോമീറ്റർ അപ്പുറത്ത് കൊടുത്ത് കിട്ടണ പൈസ 25 രൂപയായിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെയല്ല. ഒരു 8 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 80 രൂപ അടുപ്പിച്ച് കിട്ടും. പിന്നെ കുറച്ച് ലോങ് ആവും, തിരിച്ച് കാലടിച്ച് വരണം. ഹോട്ടൽ പാരഗൺ എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നത് നല്ല വലിയ ഫോണ്ടിങ് അല്ലേ. സൂപ്പറായി. നല്ല തിരക്കാണല്ലോ, ഞായറാഴ്ച അല്ലേ. കാണും. ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ ആകുമ്പോൾ ശല്യമില്ല. വ്ളോഗ് കണ്ട് പിന്നെ ഊട്ടി പോയ വ്ളോഗ് കണ്ട് എല്ലാം കണ്ടല്ലേ. എല്ലാം ഇഷ്ടപ്പെട്ട് കൈയോട് 22 സബ്സ്ക്രൈബേഴ്സ് ആയാലും 22,000 സംതിങ് ആയി. ശിവാനിക്കുട്ടിയല്ലേട്ടാ? അല്ലല്ല, മോളുടെ പേരാ വൈശൂട്ടി. കാണൂല്ലേ. സൂപ്പർ അടിപൊളി. ഹെൽമെറ്റ് ഒന്നും ഊരിയ കൊള്ളായിരുന്നു, മോൻ കാണിക്കായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ ചങ്കാണല്ലേ ഫുള്ളി. പേരെന്താണ്? അത്ര ലൈഫ് അടിച്ചു പൊളിക്കണം കായ്. അതൊരു പറയുമ്പോൾ ഒരു പവറാണല്ലേ. ഓട്ടം കുഴപ്പമില്ല. ഈ വ്ളോഗ് ഇറങ്ങിയത് മെയിനായിട്ട്. പിന്നെ സൊമാറ്റോക്ക് ഓടിയാൽ പൈസ കിട്ടുമല്ലോ. 2 ആവുമല്ലോ. ഇതിൽ നിന്നും പൈസ വരും, അതിൽ നിന്നും പൈസ വരും. പിന്നെ സൂപ്പർ അടിപൊളി. അപ്പോൾ ഇവിടെ താമസം നെടുമങ്ങാട്. ദൂരമാണ് കൂടുതലല്ലേ. അവിടെ വരണ്ടേ? ഓ, അവിടെ ഓർഡർ കുറവല്ലേ ഇങ്ങോട്ടൊക്കെ? കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ പോകണം കാര്യങ്ങളൊക്കെ? ഫുള്ളും സൊമാറ്റോ തന്നെ. സെൽഫി എടുക്കാം. വാ, ലൈറ്റ് അവിടെ ഇവിടെ നിന്നല്ലേ. അപ്പോൾ ഒരു സെൽഫി എടുക്കാൻ പോവുകയാണ് ഞാൻ ഈ പുള്ളിക്കാരനായിട്ട്. പേര് മറന്നുപോയല്ലോ. അഭിജിത്ത് കമൻറ്റ് ചെയ്യാനുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? തന്നെ അഭിജിത്ത് ബ്രോ എന്നൊരാൾ കമൻറ്റ് ചെയ്യും. പിന്നെ അഭിജിത്ത് അല്ലാതെ കമൻറ്റ് ചെയ്യും. ഒരു മോഹൻലാൽ ഫോട്ടോ ആണ്? അല്ലല്ലേ. ശരി. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ? ഇങ്ങനെയോ അങ്ങനെ ഉണ്ടല്ലേ. നമ്മളെ സിമ്പിൾ തന്നെ. ലൈഫ് അടിച്ച് പൊളിക്കണം. ശരി, ഓക്കെ. കാണാം. റെഡി ഒന്നോ? ഓക്കെ, സൂക്ഷിച്ച് പോകണം കേട്ടോ. യാത്രയൊക്കെയാണ്, സ്പീഡിൽ പോവല്. അപ്പോൾ ഓക്കെ, ബൈ. സീ യു. ശരി, എന്നാൽ ഓക്കെ.
ഓക്കെ റെഡി വന്ന് ഫുഡ് 7504. അപ്പോൾ ഓക്കെ പോന്നാ ഓർഡർ കൈപ്പിടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത്? മാപ്പ് നോക്കിയില്ല. അയ്യേ ശരി മാപ്പ് നോക്കട്ടെ ആദ്യം, എന്നിട്ട് പറയാം എവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ മാപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആക്കുളമാണ്. ഇവിടുന്ന് കറക്റ്റ് 6.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ചില്ലി ചിക്കൻ ഗ്രേവി, പൊറോട്ട, ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, കറക്റ്റ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി അടുത്ത ഓർഡർ ലുലു മാൾ അടിക്കും. വേറെ വിഷയമില്ല. കണ്ട ലോങ് ഓർഡർ അടിക്കുകയും ചെയ്ത് ഉടനെ തന്നെ അടുത്ത ഓർഡർ കിട്ടുകയും ചെയ്യും. സത്യം പറയാം, ഇതുപോലത്തെ പയ്യന്മാരെ കാണുമ്പോഴാണ് നമുക്കൊരു എന്ത് പറയാം, ഏതോ വലിയ സാധിച്ച പോലെ വൈബ്. സത്യം പറഞ്ഞാൽ ലൈഫിലൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും നമുക്ക് വേണ്ടി നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന കുറച്ച് ഫാൻസ് ഉണ്ടല്ലോ, അവരൊക്കെ കാണുമ്പോൾ വേറെ എന്ത് വേണം അല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ സമ്പാദിച്ചത് ലൈഫിൽ. നമ്മളെ സ്നേഹിക്കുന്ന നല്ല ആൾക്കാരെ നമുക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട ലൈഫിൽ അല്ലേ? നമ്മളങ്ങനെ ആക്കുളം എത്തിയിട്ടുണ്ട്. ആക്കുളം ജംഗ്ഷനിൽ ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ലുലു മാള് ലെഫ്റ്റ് സൈഡിലാണ് ആർടെക് ഫ്ലാറ്റ് വരുന്നത്, അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ വരുമ്പോൾ ഹൈടെക് വൈബാണല്ലേ നമ്മൾ കഴക്കൂട്ടം ലുലു മാളൊക്കെ വരുമ്പോൾ. Home appliance of the two families. You are the link. Link? No. You are the link of the link. അയ്യോ നമ്മളെങ്ങനെ പോകേണ്ടത്? അയ്യോ കറങ്ങി വരണോ? ഷേ ഇതാണ് പിടിക്കാത്തത്. ആഹാ ഇപ്പുറത്തെ ഓടയാണ്, ചാടി ക്രോസ് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ എന്ത് ചെയ്യേ? കറങ്ങി വരണമല്ലോ അങ്ങോട്ട് പോയിട്ട്. ഷേ വേണമെങ്കിൽ ബൈക്ക് അവിടെ വെച്ചിട്ട് ചാടി ക്രോസ് ചെയ്ത് പോകാമായിരുന്നു, പിന്നെ വേണ്ട. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ആർടെക് ലേക്ക് വ്യൂ അല്ലേ? ഇതിൻ്റെ അകത്ത് കയറാം. ഇതിന് ഇന്ന് ആർക്കറിയാം, കയറിപ്പോകാൻ പോ. എവിടെയാണ് സെക്യൂരിറ്റി? 9B ആണ് ഇവിടെ തന്നെ. ശരി ഓ പോ. ബിയിലാണ് ആർടെക് ലേക്ക്. ലാസ്റ്റ് ഓക്കെ 9B ലാസ്റ്റ്. പറഞ്ഞ ആരുമില്ല, പ്രാതം വരെ വന്നത്തെ പോലെ. ചുമ്മാ ഒരു തള്ളല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളത്. പ്രാതം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പം വരും അല്ലേ? ഓക്കെ ഇതാണ് ലിഫ്റ്റ്. ഹായ് സുധീഷ്, സുഖമാണോ? 9B എവിടെ 9? ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ക്യാമറ ചെല്ലു പോയി. ഇതല്ലേ? ഓക്കെ ഓർഡർ അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചണിലാണ്. എക്സെപ്റ്റ് ഓക്കെ. അപ്പോൾ ഇപ്പോൾ കേട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 80 രൂപ 59 പൈസയാണ്. ഓക്കെ പോന്നാ. അപ്പോൾ ഓക്കെ പോന്നാ, വന്ന വഴി തിരിച്ച് പോകാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച സ്ഥലം ഇമ്പീരിയൽ കിച്ചനാണ്. ഇവിടെ അടുത്ത് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, ഓർഡർ അടിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇമ്പീരിയൽ കിച്ചൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാൻ. ശരി ഇവിടെ വയ്ക്കാം. വാ വന്നിട്ട് 15 മിനിറ്റ് കൂടുതലായി, റെഡി ആയിട്ടില്ല. എന്ത് പറ്റി? ചോക്കട്ടെ പോയി. റെഡി ആയില്ലല്ലേ? സംഭവം റെഡി ആയിട്ടില്ല. വാ വെയിറ്റ് ചെയ്യാം. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അരമണിക്കൂർ കൂടുതലായി, 40 മിനിറ്റായി. എന്തോ കാണിക്കണം. റെഡിയായ ആ അമ്മ റെഡിയായി. കറക്റ്റ് 40 മിനിറ്റ് കൂടുതലായി. 38:50 ഇന്ത്യയിൽ. വല്ലാത്ത ലേറ്റായിപ്പോയി എന്നാ. ഓ ഞായറാഴ്ചയാണ്, തേച്ച് കളഞ്ഞല്ലോ നല്ല വൃത്തിയായിട്ട്. ഓക്കെ അപ്പോൾ പോന്നാ. ഇങ്ങനെ ഓർഡർ കൈപ്പറ്റി കഴിച്ചു. മണി ഇപ്പോൾ കറക്റ്റ് 8:53 ആയിട്ടുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചവ, ചപ്പാത്തി, പൊറോട്ട, പനീർ ടിക്കയാണ്. നമ്മൾ പോകേണ്ട സ്ഥലം പൊട്ടക്കുഴി. ഇവിടെ നിന്ന് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. നല്ല മൂഡിൽ വന്നതാണ്. എല്ലാം പോയി ലേറ്റ് ആകുമ്പോൾ, അതാണ് പ്രശ്നം. ശരി കുഴപ്പമില്ല. ബാ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കഥ പറയാം, പ്രാർത്ഥന കഥ. അപ്പോൾ ഈ കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2000-ലാണ്. ഈ കഥ പറഞ്ഞത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള മാമനാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് മോഡൽ സ്കൂളിൽ നിന്നാണ്, ട്രിവാൻഡ്രം മോഡൽ സ്കൂളിൽ നിന്നാണ്.
അപ്പോൾ ഒരു 5 വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അതിൽ 3 വിദ്യാർത്ഥികൾ വന്നിട്ട് ശബരിമലയ്ക്ക് മാലയിട്ട ആൾക്കാരാണ്. ബാക്കി 2 പേര് മാലയിട്ടിട്ടില്ല. ഓക്കെ, ഇത് പറഞ്ഞേക്കാം. മോഡൽ സ്കൂളിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു വീട് കണ്ടായിരുന്നു. പഴയ വീട്, ഒരു പാഴടഞ്ഞ വീടാണ്. അവിടെ വീട്ടിൽ ആരും ഇല്ല. അവിടെ ഒരു ജാമ്പയ്ക്ക മരം ഉണ്ടായിരുന്നു. അപ്പോൾ ജാമ്പയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഈ 5 പിള്ളേർ മതിൽ ചാടിയായിരുന്നു. അപ്പോൾ മതിൽ ചാടി അകത്ത് കടന്നപ്പോൾ ആരും ഇല്ല. അകത്ത് ഭയങ്കര സൈലൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ 5 പിള്ളേർ ചേർന്ന് ജാമ്പയ്ക്ക പറിക്കാൻ തുടങ്ങി. അങ്ങനെ മര്യാദയ്ക്ക് ജാമ്പയ്ക്ക പറിച്ച് വീട്ടിൽ പോയാൽ കുഴപ്പമില്ലായിരുന്നു. അതിലൊരു പയ്യൻ പറഞ്ഞ് ഈ മരത്തിലൊരു ആണി ഇരിക്കുകയാണ്, ഈ ആണി എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പയ്യൻ പറഞ്ഞത് ആണി എടുക്കല്, ആണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണി കെട്ട്. കാരണം ഇതുപോലെ കുറേ ആണികളൊക്കെ മരത്തിൽ അടിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു പ്രേതത്തിനെ ആവാഹിച്ച് ആ മരത്തിൽ അടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആണി എടുക്കാൻ പാടുള്ള ഒരു പയ്യൻ പറഞ്ഞു. അപ്പോൾ വേറൊരു പയ്യൻ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, എടുത്തു നോക്കാം, എന്തോന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണി മരത്തിൽ നിന്ന് പറിച്ചെടുത്തതിന് അങ്ങനെ ആണി മരത്തിൽ നിന്ന് എടുത്തപ്പോൾ ഒരു സൗണ്ട് കേട്ട്. എന്തോ ഒരു പൂച്ചയുടെ സൗണ്ടാണ്, എന്തോ ഒരു വലിയ സൗണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ ഓർഡർ കൊടുത്തിട്ട് ബാക്കി അതാ പറഞ്ഞുതരാം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ ലെഫ്റ്റ് ആണല്ലേ, ഇവിടെ ഇല്ലേ? ശരിയാണ്, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് പ്രാപ്പ ലൂപ്പിൽ. ഇതെവിടെ? അത് പ്ലാമൂട് പട്ടം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 47 രൂപയാണ്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് അല്ലേ, വന്ന വഴി മറന്നുപോയി. അപ്പോൾ ബാക്കി കഥ പറയട്ടാ. അങ്ങനെ ഈ ചെറുക്കന്മാരവിടെ നിന്ന് പേടിച്ച് വരണ്ട്, മനസ്സിലായി ആണി എടുത്തപ്പോൾ പണി ആയെന്നുള്ളത്. ഈ സൗണ്ട് കേട്ടപ്പോൾ ഈ പയ്യന്മാർ അവിടെ നിന്ന് ഓട്ടം തുടങ്ങി. ഓട്ടം എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ഓട്ടമായിരുന്നു. അപ്പോൾ ഏത് മതിൽ ചാടി വന്നോ ആ മതിൽ ചാടി കയറിയപ്പോൾ പിന്നെ ഒരു മതിൽ, പിന്നെ ആ മതിൽ ചാടി കയറിയപ്പോൾ പിന്നെ അടുത്ത മതിൽ. അങ്ങനെ മതിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മാർക്കൊന്നും മനസ്സിലാവണില്ല ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞത്. ഇത് നടന്ന സംഭവം എന്നാണ് പറയണത്. ഇത് തള്ളാണോ സത്യമാണോ അറിഞ്ഞൂടെ. അയ്യോ, ഒരു മിനിറ്റേ, ഇതാണ് പ്രശ്നം. ജോലിക്കിടയിൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥ ഫുള്ളും പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് പോരാ, ഈ ഓർഡർ എടുത്തിട്ട് വരാം. ഫ്രാപ്പാല പട്ടം പ്ലാമ്പൂട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഏറ്റവും ചിക്കൻ ഷവർമയാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് പെൺപാലവട്ടമാണ്. പെട്രോൾ അടിച്ചിട്ട് പോകാം, 100 രൂപയ്ക്ക്. ഗോപ്രോ ആണ്, ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥ പറഞ്ഞ് തിരിക്കുകയും വേണം, അതേസമയത്ത് കംപ്ലീറ്റ് ഓർഡർ കൊടുത്ത് അത് കാണിക്കുകയും വേണം. ഓക്കെ, കഥ പെട്ടെന്ന് ബാക്കി പറയാം, പെട്ടെന്നാവട്ടെ. ഇപ്പോൾ ജാമ്പയ്ക്ക പറിക്കാൻ പോയി മരത്തിൽ നിന്ന് ആണി പിടിച്ചെടുത്തായിരുന്നു. അങ്ങനെ എടുത്ത സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് മതിൽ ചാടിയ സമയത്ത് മതിൽ തീരണേയില്ല. ഓരോ മതിൽ ചാടുന്നവരും മതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് പിടിയിട്ടുള്ള അവന്മാർക്ക്. ആ പാട് ടെൻഷനായി കരച്ചിലും വിളിയും ബഹളമായിരുന്നു. അപ്പോൾ ഈ പയ്യന്മാർ മതിൽ കയറാൻ നേരത്ത് ബാക്കിൽ നിന്ന് ആരോ മാന്തും പോലെ ഒരു ഫീൽ അവന്മാർക്ക്. ഈ 5 പയ്യന്മാരുടെ കുറുക്കിയിട്ട് ഭയങ്കരമായിട്ട് മാന്തിയാണോ, മാന്തി രക്തം പറഞ്ഞു. ഇവരവിടെ വിളിയും ബഹളമായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ മതിൽ ചാടി വെളിയിറങ്ങി ഓട്ടം, കുറുക്ക് കംപ്ലീറ്റ് രക്തവും. അപ്പോൾ ഇവർ ഓട്ടം കണ്ടപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിച്ചായിരുന്നു എന്ത് മക്കളെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ പയ്യന്മാർ പറഞ്ഞു വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറിയായിരുന്നു, അവിടെ ആരും ഇല്ലായിരുന്നു വീട്ടിൻ്റെ അകത്ത്, ജാമ്പയ്ക്ക പറക്കാൻ കയറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യം പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ ലാസ്റ്റ് ഒരു മന്ത്രവാദിയായിട്ട് ആളുകളൊക്കെ ചേർന്ന് അവിടെ വീട്ടിൽ പോയായിരുന്നു. ആ വീട്ടിൽ ആരെയും കാണാനില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു കരിമ്പൂച്ചയായിരുന്നു. അപ്പോൾ മന്ത്രവാദിക്ക് സംഭവം മനസ്സിലായി, ഇവിടെ ഒരു ആണി ഉണ്ടായിരുന്നു ഈ മരത്തിൽ, ഈ ആണി എടുത്താണ് തെറ്റായി പോയത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആ പിള്ളേർ പറഞ്ഞ് ആണി എടുത്ത് ഉള്ളത് തന്നെ, എടുത്ത ശേഷമാണെങ്കിൽ പ്രശ്നമായെന്ന് പിള്ളേർ പറഞ്ഞു. അതിൽ 3 പിള്ളേർ കുഴപ്പമില്ല, കാരണം അവർ ശബരിമലയ്ക്ക് മാലയിട്ടുകൊണ്ട് അവർക്കൊന്നും ബാധിച്ചില്ല. അതിൽ 2 പയ്യന്മാർക്ക് പ്രേതബാധിത ഉണ്ടെന്നാണ്. അവർക്ക് ആപ്പടെ മാനസിക നില തെറ്റിപ്പോയി, ഒരു മാത പിടിച്ച ലെവലായി. എന്തായാലും കുറേ പൂജയും കാര്യങ്ങൾ ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞ് കുറേ പൂജയും കാര്യങ്ങൾ ചെയ്തെന്നാണ്. ഓക്കെ, ലൊക്കേഷൻ എത്തി, ഒരു മിനിറ്റേ, ഇവിടെ അല്ലേ? ഓക്കെ, ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 51 രൂപ 50 പൈസയാണ്. അപ്പോൾ നേരെ വന്ന വഴി തിരിച്ച് പോകുന്ന ഭയങ്കര പാട്. കാരണം കഥ പറയുമ്പോൾ കണ്ടിന്യൂറ്റി വേണം, കണ്ടിന്യൂറ്റി മിസ്സായ പാടാണ്. ശരി, ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ അവിടെയാണ് ആ മന്ത്രവാദി വന്ന് ആ വീട്ടിൽ പോയി നോക്കിയ സമയത്ത് അപ്പോൾ ആണി എടുത്തത് പിള്ളേരാണെന്ന് മനസ്സിലായി. അതിനുശേഷം ബാക്കി 2 പിള്ളേർക്ക് ബാധ കയറിയതാണ് അറിവ്. അതിനുശേഷം എന്തായെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതുപോലെ പാഴടഞ്ഞ വീട്ടിൽ, പഴയ വീട്ടിൽ, ആളില്ലാതെ വീട്ടിൽ കയറുമ്പോൾ സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ പണി കെട്ടും. പണി കെട്ടിക്കഴിഞ്ഞാൽ ജന്മം പാഴാണ്. അപ്പോൾ ഇത് സത്യമാണോ കള്ളമാണോ അറിഞ്ഞൂടാ. നട സംഭവമാണെന്ന് പറഞ്ഞത് ആ സമയത്ത്. അത് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സ്റ്റീം പോട്ട്. അഗെയിൻ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് സ്റ്റീം പോട്ടിൽ തന്നെ, ഡബിൾ ഓർഡറാണ് കേട്ടോ. ഓക്കെ, പൊട്ടക്കുടി സ്റ്റീം പോട്ട് ഇതിനുണ്ട്. 2 ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കാം. എൻ്റെ അപ്പോൾ ബാറ്ററിയിലെ ചാർജ് ചെയ്യാറായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിക്ഡ് ഡബിൾ ഓർഡർ. മണി ഇപ്പോൾ കറക്റ്റ് 9:40 ആയിട്ടുണ്ട്. നമ്മൾ 2 ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞ് ഫസ്റ്റ് കൊടുക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത് പട്ടം ജംഗ്ഷനിലാണ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ട ഓർഡർ ഐറ്റം എന്ന് പറയുന്നത് ചട്ടിച്ചോറാണ്, മീൻ ചട്ടിച്ചോറ്.
ഇവിടെ നിന്ന് കറക്റ്റ് 800 മീറ്റർ ദൂരമേ ഉള്ളൂ എത്താറ് ഏകദേശം. പട്ടം ജംഗ്ഷൻ ലെഫ്റ്റ്. എൻ്റെ അമ്മ ഇതെന്ത് കുത്ത് ഇറക്കുമായിരിക്കും. അയ്യോ ഓക്കെ ഓക്കെ ശരി ഓക്കെ. അങ്ങനെ മൾട്ടി ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അടുത്ത് കൊടുക്കേണ്ടത് പ്ലാമൂട്. ഇവിടെ നിന്നൊരു 500 മീറ്റർ ദൂരം വേണം, അത്ര തന്നെ. രണ്ടും അടുത്തടുത്ത് തന്നെ. ഓക്കെ ലൊക്കേഷൻ എത്തി. ഇവിടെ തന്നെ. ഓക്കെ അങ്ങോട്ട് വഴി കാണിച്ചിട്ട് വേറെ വഴി കൂടെ വഴിയില്ല അതില്ലേ, ആ വഴി പോയില്ല. ആദർശ് അല്ലേ? ആ ഗോപ്രോ വ്ളോഗറാണ്, യൂട്യൂബർ. ഓക്കെ താങ്ക് യു. ശരി എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത ഓർഡർ അടിച്ച് ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37 രൂപയാണ്. അടുത്ത ഓർഡർ LSL മണക്കാടല്ലോ, പട്ടം പ്ലാമൂട്. അപ്പോൾ മൾട്ടി ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഓർഡർ ചേർത്ത് കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 36 രൂപ 16 പൈസയാണ്. കുറവ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഓർഡർ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് പൊറോട്ട കിഴിയാണ്. ചോറ്, തീയൽ, മുട്ടത്തോരൻ, സൂപ്പർ കോമ്പിനേഷൻ. കഴിക്കാനാ കമോ. ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ 9 ഓർഡറാണ്. മൊത്തം കിട്ടിയ പേയ്മെന്റ് 338 രൂപ പ്ലസ് 50 രൂപ ടിപ്പുണ്ട്. എല്ലാം കൂടെ 388 രൂപ കിട്ടിയിട്ടുണ്ട്. മൊത്തം ഓടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കണക്കും കാര്യങ്ങളൊക്കെ. ഇൻസെന്റീവ് അടിച്ചില്ല, അത് ഏറ്റവും വലിയ വിഷമം. ഇൻസെന്റീവ് 50 രൂപ അടിക്കേണ്ടതായിരുന്നു ആ ഒരു ഹോട്ടൽ കാരണം. അത് ഇമ്പീരിയൽ കിച്ചൺ വെൺപാലവട്ടം. അവിടെ പോയി അരമണിക്കൂറിൽ കൂടുതൽ വെയിറ്റ് ചെയ്തില്ലേ, അത് കാരണം ഓർഡർ കുറഞ്ഞ് ഇൻസെന്റീവ് അടിക്കാൻ പറ്റിയില്ല. നല്ല വിഷമമാണ് സത്യം പറയാമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞ കാര്യമില്ല. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ. ഓരോ ദിവസവും ഓരോ കണക്കാണ്. ഇൻസെന്റീവ് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പെട്രോൾ പൈസ കിട്ടും, എല്ലെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. ഓക്കെ അത്ര തന്നെ. കഴിക്കാൻ വിശക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചോറ്, തീയൽ, മുട്ടത്തോരൻ, വടയുണ്ട്, ഉഴുന്ന് വട. ഉളുതുപടൈ. ഇത് വൈകിട്ടിട്ട വടയാണ്. ഞാൻ കഴിക്കാതെ പോയത് ജോലിക്ക് പോയ സമയത്ത്. അപ്പോൾ വന്നിട്ട് കഴിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. 3 വട ഇരിപ്പുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു, അടിപൊളി. ഇന്ന് മുട്ട ഓംലെറ്റ് ഇല്ല, മുട്ട തോരനാണ്. ഇതും ഇഷ്ടമാണ്, അടിപൊളിയാണ്. കഴിക്കാം, കൊതിയായിട്ട് വയ്യ. മണി 11:45 മണിയായി. ആദ്യം ഇങ്ങനെ കുഴി എടുക്കുക, എന്നിട്ട് മുട്ടത്തോരൻ എടുക്കുക, എടുത്തിട്ട് നടുക്ക് വയ്ക്കുക, എന്നിട്ട് കുഴി മൂടുക, ചോറ് വെച്ച് മൂടിയിട്ട് അതിങ്ങനെ എടുത്തിട്ട് വേറെ ലെവൽ. നല്ല എരിവുണ്ട് മുട്ടയ്ക്ക്. ആ ഗരം മസാല ടേസ്റ്റ്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, എല്ലാ ടേസ്റ്റും കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ സവാളയുടെ ചെറിയ മധുരം, വേറെ ലെവൽ, സൂപ്പറായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ ചെയ്യാം ചിന്നിട്ടും. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ചോറൊക്കെ കളയണം. വാ 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 വാ.